എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ചെമ്മീൻ കൊണ്ടുള്ള ഒരു നല്ലൊരു റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ പല വീഡിയോകൾ എല്ലാത്തരം മീനുകൾ വൃത്തിയാക്കുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കുന്നതാണ്. ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിതാ ചെമ്മീൻ ഞാനതാ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു തലയുടെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം അതിൻ്റെ ആ ഒരു നാരൊക്കെ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ആ ചെമ്മീൻ്റെ ആ പുറംതൊലിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു തോടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെമ്മീനൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ആ ഒരു തോടെല്ലാം ഇതുപോലെ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ആ ഒരു തോടും നാരും എല്ലാം ഒന്ന് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു തോടെല്ലാം മുഴുവനോടെ ഇളകി വരും. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു നാരുണ്ട് കേട്ടോ. അത് നമ്മൾ കഴിക്കാൻ പാടില്ല. അത് കഴിക്കുകയാണെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നാര് എളുപ്പത്തിലെടുക്കുന്ന ഒരു വിദ്യയും കൂടെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ടൂപ്പിക്ക് എടുക്കുക. അതിനുശേഷം ആ ഒരു ചെമ്മീൻ്റെ ആ പുറം ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഒരു ടൂപ്പിക്ക് വെച്ച് തന്നെ നമുക്കിതുപോലെ അതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ നാര് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ആ തലയുടെ ഭാഗത്തുള്ള ആ ഒരു വേസ്റ്റും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് പിതുക്കി ഒന്ന് കളയണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് വൃത്തിയോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി വീഡിയോ കാണിക്കാം. ഇതുപോലെ ആ തലയുടെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു നാരും അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു പിറംതൊലിയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ആ തോടെല്ലാം വൃത്തിയാക്കിയ ശേഷം നമുക്ക് ആ ഒരു വാലിൻ്റെ ആ ഒരു ഭാഗം പിടിച്ച് നമുക്കത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ തല ഇതുപോലെ ഉപയോഗിക്കാതെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ആ തലയുടെ ആ ഒരു ഭാഗം കൂടി നമുക്ക് ഇളക്കിയെടുത്ത് കളയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ തോടെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ അതൊക്കെ നാരൊക്കെ ഇളക്കി മാറ്റിയിട്ടാണ് നമുക്കത് നമ്മളെന്തായാലും കറി വയ്ക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വയറുവേദനയൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങൾ ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനിലേക്ക് പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മസാല പുരട്ടി വയ്ക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കുന്നില്ല. ആ ഒരു നല്ലതുപോലെ യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചെമ്മീനെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറേ കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ ചെമ്മീനെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മൾ ഈ ഒരു ചെമ്മീൻ നല്ലതുപോലെ റോസ്റ്റായി കിട്ടാൻ. അപ്പം ഞാനവിടെ കുറച്ച് തേങ്ങ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവിൽ. ഇനി അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റെസിപ്പിയാണ്. ഞാനവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനവിടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അധികം വറ്റിക്കേണ്ട, ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ റോസ്റ്റായി കിട്ടും. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. ചെമ്മീൻ വൃത്തിയാക്കാൻ അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ മെയ്ഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലെ എൻ്റെ കുറേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.